ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഡ്മിഷൻ എക്സ്പീരിയൻസസ് ആണ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET-യിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനാണ് ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാനൊരു നീറ്റ് ആസ്പിരൻ്റ് ആയിരുന്നു. ഞാൻ നീറ്റിന് വേണ്ടിയിട്ട് 1 ഇയർ റിപ്പീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. ബട്ട് എന്തൊക്കെയോ ഭാഗ്യവശാൽ എനിക്ക് നീറ്റ് കിട്ടിയില്ല. സോ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് വേറെ കോഴ്സ് എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്. സോ അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. ബട്ട് ബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് കണ്ടമാനം വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ആകെ ഇതാവാൻ തുടങ്ങി. കാരണം എഞ്ചിനീയറിങ് എടുക്കണോ വേണ്ടേ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. സോ ചില ബ്രാഞ്ചുകളൊന്നും എനിക്ക് പറ്റില്ല. അതായത് പഠിക്കാൻ പറ്റില്ല എന്നല്ല, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോർ ജോബുകൾക്ക് പോകുമ്പോൾ ചിലതിനൊന്നും ഈ കളർ ബ്ലൈൻഡ്നെസ് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കുറേ ഫീൽഡുകളുണ്ട്. സോ അങ്ങനെ ആ കുറേയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും തീരുമാനിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരു കോർ സബ്ജക്റ്റ് അല്ല, ബട്ട് ഞാനിത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് തന്നെയാണ്. കാരണം ഇതിൽ കൂടുതൽ പഠിക്കുന്നത് മാനേജ്മെൻറ്റും എഞ്ചിനീയറിംഗ് ഒക്കെ അത് മിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും പിന്നെ മാനേജ്മെൻറ്റും ഒക്കെ, അതായത് ഇങ്ങനെ കുറേ എന്തൊക്കെയോ പഠിക്കാനുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആ സബ്ജക്ട്സ് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നത്. അതിൻ്റെ സിലബസ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. സോ ഞാൻ അത് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ CET-യിലാണ് അഡ്മിഷൻ എടുത്തത്. ഞാൻ പറഞ്ഞു തോന്നുന്നു, ലൈക്ക് CET-യിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അഡ്മിഷൻ വന്നിട്ട് 20-ാം തീയതി ആയിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 19-ാം തീയതി തന്നെ പുലർച്ചെ 3 മണിക്കുള്ള ട്രെയിനിലാണ് പോയത്. എൻ്റെ വീട് വന്നിട്ട് തൃശ്ശൂരാണ്. സോ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. ഞാൻ എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് പോയത്. പറ്റുമെങ്കിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഞാൻ വെക്കാം. ലൈക്ക് എനിക്ക് ഉറപ്പില്ല, ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാനായിരുന്നു. പുലർച്ചെ സമയമായിരുന്നു, എനിക്ക് ആകെ ഉറക്കം തൂങ്ങിയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ല. പിന്നെ ഞാൻ അവിടെ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. പിന്നെ ഒരു 10 മണിക്ക്, രാവിലെ 10 മണിയാകുമ്പോഴേക്ക് ഞാൻ CET-യിലെത്തി. അപ്പോൾ അന്നത്തെ ദിവസം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു രാവിലെ ട്രിപ്പിളിക്കാർക്കും അഡ്മിഷൻ. ട്രിപ്പിളിയാണ് ഈസിയാണ് എനിക്ക് ഉറപ്പ്, ട്രിപ്പിളി തോന്നുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു അഡ്മിഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എത്തിയില്ല. അപ്പം ഞാൻ വെറുതെ പോയതാണ് കോളേജ്. അവിടെ സീനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സീനിയേഴ്സിൻ്റെ ഒക്കെ എടുത്ത് കയറണം, അവർക്ക് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കുട്ടികളായിരുന്നു. അവർ ഞങ്ങളതിനെ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളതിനെ അവിടുന്ന് ഞങ്ങളെ ഈ അഡ്മിഷൻ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുത്തെ അവർ ഹോളിക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് ആകെ 4 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. 3 പേര് ട്രിപ്പിളിൽ തന്നെയായിരുന്നു. ഒരു കുട്ടി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു വന്നത്, ഞാനായിരുന്നു. അപ്പോൾ എന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ അതുകൊണ്ട് വേഗം കഴിഞ്ഞു. അതായത് ആദ്യം തന്നെ അവിടെ പോയിട്ട് നമ്മൾ അറിയാമല്ലോ, അതിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു. അതിൻ്റെ ലാബിലേക്ക് കൊണ്ടുപോയി, അതും അവിടെ നിന്നും കുറേ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. ലൈക്ക് അതൊക്കെ ഒരു വേഗം കഴിഞ്ഞു. ഒരു 11:30 ഉള്ളിലേക്ക് സംതിങ് കഴിഞ്ഞു. കൃത്യ ടൈം ഓർമ്മയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വേഗം കഴിഞ്ഞിരിക്കുന്ന സംഭവം. 1 മണിക്കൂർ 1.5 മണിക്കൂർ ടൈം തന്നെ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് എടുത്ത സംശയം കിട്ടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഹോസ്റ്റലിൽ. ഞാൻ പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് അവിടെ അടുത്തുള്ളൊരു ഹോസ്റ്റലിൽ നിൽക്കുന്നത്. സോ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ഹോസ്റ്റലാണ്, ശിവസായി ഹോസ്റ്റൽ എന്നാണെന്നും അതിൻ്റെ പേരുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ പോയിട്ട് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആ രീതിക്ക്. പിന്നെ ഞാൻ അവിടെ തന്നെ പോയി ഇതാക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ ബില്ലൊക്കെ കറക്റ്റൊക്കെ പേ ചെയ്തു. അങ്ങനെ അവിടെ തന്നെ നിൽക്കാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ അവിടുന്ന് അഡ്മിഷൻ എടുത്തു. ഇങ്ങോട്ട് തിരിച്ചു പോകാം. അപ്പം ഞങ്ങൾ വിചാരിച്ചത് കുറേ ടൈം എടുക്കും, ലൈക്ക് അങ്ങനെയൊക്കെ പ്രശ്നമാവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 8:30 ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 8:30-ക്കൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. സംഭവം ഒരു 11:00 തീർന്നുമല്ലോ. അപ്പോൾ പിന്നെ 8:30 വരെയൊക്കെ ഇനി വെയിറ്റ് ചെയ്യേണ്ടി വെച്ചിട്ട് ആകെ. അപ്പോൾ പിന്നെ വേറെ ട്രെയിൻ ബുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 4:45 ട്രെയിനിന് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു തൃശ്ശൂർക്ക്. അപ്പോൾ ഒരു 10:30-11 ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. പിന്നെ അങ്ങനെ അന്നത്തെ ഒരു അഡ്മിഷൻ എക്സ്പീരിയൻസ് വളരെ നൈസായിരുന്നു. എനിക്ക് കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു, റാഗിങ് ഉണ്ടാവുമോ, കോളേജല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് സീനിയേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ ആൾക്കാരും, എല്ലാവരും എടുത്ത് പറയാം, അവരൊക്കെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള കുട്ടികൾ തന്നെയായിരുന്നു. എല്ലാവരും നല്ല ആൾക്കാർ തന്നെയായിരുന്നു. എനിക്കതിൻ്റെ പ്രശ്നമൊന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല പോയപ്പോഴൊന്നും. പിന്നെ അങ്ങനെ പിന്നെ അവിടെ തീരുമാനിച്ചു ഞാൻ മറ്റേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് നീറ്റിന് പഠിക്കുന്ന സമയത്ത്. MBBS പഠിക്കണമെന്ന്. അത് കിട്ടിയില്ല. ബട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു എന്താ പറയുക, വളരെ അതായത് വിഷമമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ആ സീറ്റ് കിട്ടിയില്ല, ഞാൻ ഹാപ്പിയാണ്. ബട്ട് ഞാൻ ആകെ എന്തൊക്കെയോ മാതിരി കുറച്ച് ദിവസത്തിന്, ലൈക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കണത്.
ഒക്കേൻ്റെയും ഒക്കെ ഓപ്പോസിറ്റ് പോലെയല്ല, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ബട്ട് ഞാൻ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എനിക്ക് മൂവ് ഓൺ ചെയ്യണം, എനിക്ക് നീറ്റിൽ നിന്നൊരു ലൂപ്പിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ബയോസയൻസ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബയോമാക്സ് ആയിരുന്നു പ്ലസ് ടുവിന്. അപ്പോൾ എനിക്ക് ഡൗട്ട് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അതിൽ പൈത്തണൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ സീനിയേഴ്സൊക്കെ പറഞ്ഞു ഭൂരിഭാഗം പേരും ബയോസയൻസ് വെച്ചിട്ട് തന്നെ വരുന്നത്, അവർക്കൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്കത് എടുത്ത് ലൈക്ക് അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ ബയോമാക്സ് പഠിച്ച കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ കമ്പ്യൂട്ടർ അങ്ങനെ എടുത്ത് പോയവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ലൊക്കെ പഠിച്ചെടുക്കാവുന്ന തന്നെ ഉള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് വരില്ല എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞത്. പിന്നെ മാത്സ് ആണെങ്കിൽ മാത്സ് എനിക്ക് +1 +2 എനിക്ക് അങ്ങനെ ടഫ് ആയിരുന്നു ഞാൻ പറയില്ല. ബട്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, എനിക്ക് പഠിച്ചെടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായി, എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പഠിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ടഫ്നെസ് ഉണ്ടായിരുന്നു, ഇൻ്റഗ്രേഷനൊക്കെ ഇല്ലേ, അത് കുറച്ചൊക്കെ ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. താങ്ക് യു ഫോർ വാച്ചിങ്. പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ താങ്ക് യു.